CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായെന്നത് നിഷേധിച്ച് ജില്ലാ നേതൃത്വം. അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദയഭാനു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പ്രവർത്തനമാണ് ഈ ജില്ലയ്ക്ക് തോമസ് ഐസക് സംഭാവന ചെയ്തത്. അതിന്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പത്മകുമാറും ഹർഷകുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്യാങ്കളി സംബന്ധിച്ച് മന്ത്രി VN വാസവൻ സംസ്ഥാന കമ്മിറ്റിയെ വിവരം ധരിപ്പിച്ചു. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൊല്ലിയായിരുന്നു അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്നത്. ഒരു വിഭാഗം ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, KP ഉദയഭാനു വാർത്താ സമ്മേളനം നടത്തും. ഹർഷകുമാറും പത്മകുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉദയഭാനു നിഷേധിക്കുന്നു. തുടർന്ന് അവസരം ലഭിക്കുമ്പോൾ ഹർഷകുമാറും പത്മകുമാറും നിഷേധിക്കുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണോ വാദം? നികേഷ്, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണം സംബന്ധിച്ചാണ് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയത്. ഈ യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി മറ്റ് അംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ഈ യോഗത്തിൽ വെച്ചാണ് ഒരു വിഭാഗം തോമസ് ഐസക്കിന്റെ പ്രചരണം അത്ര ഊർജിതമല്ല എന്നൊരു അഭിപ്രായം ഉയർത്തിയത്. മറുഭാഗമാകട്ടെ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വിശദീകരണം വരുന്നു. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടി എന്നുള്ളത് വാസ്തവമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ചൂടേറിയ ചർച്ചകൾ അവിടെ നടന്നിരുന്നെങ്കിൽ പോലും മാധ്യമങ്ങളിൽ വാർത്ത വന്നതുപോലെ അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത്. CPIMന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടെ ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം സംബന്ധിച്ച് അംഗങ്ങൾ തമ്മിൽ ഭിന്നാഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അത് മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം CPIMന് അതാണ്. മറ്റു പാർട്ടികളിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കാറില്ലെന്നും KP ഉദയഭാനു പറയുന്നു. തോമസ് ഐസക്കിന്റെ പ്രചരണം വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. മണ്ഡലത്തിൽ 10,000 കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് കിഫ്ബി മുഖാന്തരം ഉൾപ്പെടെ. ഇക്കാര്യത്തിൽ UDFന് വലിയ അസംതൃപ്തിയുണ്ട്, പരാജയ ഭീതിയുണ്ട്. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെതിരെ നിരന്തരം ആരോപണങ്ങളുമായി വരുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ ഹർഷകുമാറും അതേസമയം തന്നെ പത്മകുമാറും പങ്കെടുത്തിരുന്നു. പത്മകുമാർ പറഞ്ഞത് താൻ ഇവിടെ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഇന്നലെ ഇത്തരത്തിൽ കയ്യാങ്കളി നടന്നു എന്നുള്ള ആ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഇന്നലെ രാത്രി താൻ ഷട്ടിൽ കളിക്കാൻ പോയിക്കുകയായിരുന്നു എന്നാണ് പത്മകുമാറിന്റെ വിശദീകരണം വന്നത്. അതേസമയം ഹർഷകുമാർ പറഞ്ഞത് ഇതേ സമാന രീതിയിൽ തന്നെ ഇന്നലെ രാത്രി 11:30 സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് താൻ ഇത്തരത്തിൽ തനിക്കെതിരെയുള്ള വ്യാജ വാർത്തകളെപ്പറ്റി അറിഞ്ഞത് എന്നാണ്. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഹർഷകുമാർ നടത്തിയത്. ഏതായാലും CPIM ജില്ലാ കമ്മിറ്റി ഈ ഒരു സംഭവത്തിൽ വളരെ സൂക്ഷിച്ച് തന്നെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതും ഒപ്പം തന്നെ പ്രതിരോധം തീർക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ഹർഷകുമാർ, പത്മകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ, ഒപ്പം തന്നെ മുൻ റാന്നി MLA സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള രാജു എബ്രഹാം, ഇവർ ഇത്രയും പേർ ഒരുമിച്ചാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് KP ഉദയഭാനു പറയുന്നത്. അത് പാർട്ടി ഘടകങ്ങളുമായി ആലോചിച്ച് തീരുമാനിക്കും. മറ്റൊന്ന് നാം ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യം, നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പോലും തോമസ് ഐസക്കിന്റെ പ്രചരണത്തിൽ പോരായ്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ എത്രയോ തവണ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. അത് സ്വാഭാവിക നടപടി മാത്രമാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് പ്രചരണത്തിന് എത്തുന്നുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിലും പത്തനംതിട്ടയിലും അടൂരും മുഖ്യമന്ത്രി പ്രസംഗിക്കുമെന്നും KP ഉദയഭാനു പറഞ്ഞു. ഏതായാലും ഇക്കാര്യത്തിൽ CPIM ജില്ലാ കമ്മിറ്റി ഈ തോമസ് ഐസക്കിന്റെ പ്രചരണം സംബന്ധിച്ച് പോരായ്മകൾ ഉണ്ട് എന്നതും അതേ സംബന്ധിച്ച് അംഗങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി എന്നതും നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രംഗത്ത് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്.